ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ തന്നെ പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല കാറ്റും മഴയൊക്കെ ഉള്ളൊരു അടിപൊളി ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും ഞാനൊരു മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് 2 സ്പൂൺ നെയ്യും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ നെയ്യ് ബേണായിപ്പോൾ. എന്നിട്ട് അതിനകത്തൊരു പട്ട, ഗ്രാമ്പു, ഏലക്കയെല്ലാം ഇട്ടു. എന്നിട്ടൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി കുക്കറിൻ്റെ അകത്തോട്ട് ജീരകവും സവോളയും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുത്തു. ഇനി അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച ജാറില്ലേ അതിൻ്റെ അകത്തോട്ട് തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതിൻ്റെ അകത്തോട്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, അത് നമ്മൾ നേരത്തെ ഇട്ട് മുളക് കണക്കാക്കി വേണം ഇടാൻ. പിന്നെ ചിക്കൻ മസാലയാണ് ഞാനിട്ടത്. എന്നിട്ട് തൈരും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇത് നമ്മളുടെ സവോളയൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരച്ച കൂട്ട് ചേർക്കുക. എന്നിട്ട് ആ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ആക്കണം. ഈ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിൻ്റെ അകത്തോട്ടൊരു 2 മുട്ട, പുഴുങ്ങിയ മുട്ട 1 കൈ കൊണ്ട് ഉടച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ബിരിയാണിക്കകത്ത് തന്നെ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് അടിപൊളിയായിട്ട് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതരി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കും. ഞാനെപ്പോഴും അരിയുടെ മേലൊരു 1.5 ഇഞ്ച് പൊങ്ങി നിൽക്കുന്നത്ര വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഇനി അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്ന ബാലൻസ് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 6 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു 2 ഫുൾ വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. അന്നേരത്തേക്ക് നമ്മളുടെ അടിപൊളി മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ട്രൈ ആക്കി നോക്കണേ. ഇത് ഞാൻ അത് കഴിഞ്ഞൊരു ട്രയൽ ചെയ്ത് നോക്കിയാൽ പാലക്കിൻ്റെ ഇല അരച്ചിട്ട് ചപ്പാത്തി ആക്കിയിട്ട് നമ്മളുടെ പനീറില്ലേ, പനീർ സ്റ്റഫിങ് കൊടുത്തിട്ട് ഒരു പനീർ പൊറോട്ട ആക്കി നോക്കിയതാണ്. ഇത് ട്രയലായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടല്ലോ, ഇത് അടിപൊളിയായിട്ട് കഴിച്ചോളും. അപ്പോൾ അവരുടെ ഉള്ളിൽ വെജിറ്റബിൾസും കയറും. എന്നാൽ പിന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലക് പൊറോട്ട അല്ലെങ്കിൽ പനീർ പൊറോട്ട എന്ന് എന്ത് വേണേൽ ഇതിനെ പറയാം. നമുക്കിത് ചപ്പാത്തി മാത്രമായിട്ട് ആക്കി കഴിക്കാനും നല്ലതാണ്. ഇനി ഒരു ദിവസം ആക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷൂട്ട് ചെയ്തിട്ട് ഇട്ട് തരാവേ. താങ്ക് യു ഫോർ വാച്ചിങ്.